ഉം. എന്തിനാ എൻ്റെ മുഖം നോക്കുന്നേ? കോഫി ചൂടാറിപ്പോകും, കുടിക്ക്. ഉം. 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 എന്റെ ഫോൺ റിംഗ് ആവുന്ന ശബ്ദം കേട്ടിട്ട് പോലും അതാരാണെന്നൊന്ന് നോക്കൂലേ? കണ്ടില്ലേ, അങ്ങേര് രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി ഫോൺ ചെയ്യുന്നു. നീ എന്നോടൊരു ഗുഡ് മോർണിംഗ് പോലും പറയില്ലേ? ആർത്തി, നിനക്ക് എന്താണ് വേണ്ടത്? ഗുഡ് മോർണിംഗ് പറയണോ? നന്ദ, ഇത് ടൂ മച്ചാ. നമ്മള് രണ്ടുപേരും മാത്രമുള്ള ഈ വീട്ടില് വേറെ ആരാ ഉള്ള സംസാരിക്കാനായിട്ട്? ശരി, പിന്നീട് സംസാരിക്കാം. ആദ്യം കോഫി കുടിക്കുക. ഉം. ഇന്നലെ രാത്രിയാണ് ഗുഡ് നൈറ്റ് പറഞ്ഞത്. ഇപ്പതാ രാവിലെ ഫോൺ അടിക്കുകയും ചെയ്തു. ഒന്ന് പെട്ടെന്ന് എടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കും. ഹും. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? ഗുഡ് മോർണിംഗ്. എന്റെ ആരതിക്കുട്ടി എന്ത് ചെയ്യാ? നല്ല ചൂടായിട്ട് ഒരു കോഫി കുടിച്ചു. ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ എനിക്കില്ലേ? ഞാൻ ഇവിടുത്തെ ഫോണിലൂടെ ഒഴിക്കട്ടെ? കുടിക്കുന്നോ? ആരതി, നിന്റെ ഈ ചിരിയുണ്ടല്ലോ, ശ്രീകോവിൽ തുറക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ദേവിയെ കാണില്ലേ, അതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ദിവസവും രാവിലെ ഞാൻ ഈ ഗുഡ് മോർണിംഗ് പറയുന്നത്. പോരാ പോരാ, ആ, കുറച്ചുകൂടെ കുറച്ചുകൂടെ കൂടുതൽ പൊക്കി പറ. ശരി ശരി, നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക്. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ഉം. ഓക്കെ അല്ലേ? ഒരു പെണ്ണിനെ ഉം, എന്താണ് ഇഷ്ടം എന്നുള്ളത് അച്ഛനറിയണം, ഉം, ജ്യേഷ്ഠാനിയന്മാർക്ക് അറിയണം, ഉം, പ്രേമിക്കുന്ന പയ്യനും അറിയണം, ഉം. താലി കെട്ടിയ ഭർത്താവൻ അറിയണം. ആഹാ, പിന്നെ ഒരു ജെന്റിൽമാൻ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് നിങ്ങളെ കണ്ടിട്ട് വേണം എല്ലാരും പഠിക്കാൻ. ഞാനെന്നാ വെക്കട്ടെ, ഞാൻ പിന്നെ സംസാരിക്കാം. ബൈ ബൈ. ഉം. ബൈ ആർത്തി. ഫോൺ ഫോബിയ തലയ്ക്ക് കയറി ഭ്രാന്ത് പിടിച്ച് കളിക്കല്ലേ. പിന്നെ ഫോണിൽ നിന്റെ കൂടെ സംസാരിക്കുന്നവരെ ലൂസാക്കരുതേ. ബൈ, സൂക്ഷിക്കണേ. ഉം. ആ പറയാർത്തി. നിങ്ങൾ ഇറങ്ങിയിരുന്നോ? ഇപ്പോഴാ പുറത്ത് വന്ന് ബൈക്കിൽ കയറിയിരുന്നത്. അപ്പോഴത്തേക്കും പുറപ്പെട്ടു വന്ന് മണ്ടിയെ പോലെ ചോദിച്ചാൽ ഞാൻ പിന്നെ എന്തു പറയാനാ? അല്ല, നിങ്ങൾ എന്തെങ്കിലും മറന്നുപോയിരുന്നോ? ഞാൻ എന്താ മറന്നേ? കയ്യിൽ ഫോണുണ്ട്, പേഴ്സും ഉണ്ട്, ബാഗും ഉണ്ട്. എല്ലാം കറക്റ്റായുണ്ടല്ലോ. ഇതിനാണോ നീ വിളിച്ചത്? ആ, നിനക്കിത് പുറത്ത് വന്ന് നേരിട്ട് തന്നെ ചോദിക്കായിരുന്നില്ലേ? ആ, എന്തേ പുറത്തേക്ക് വരണോ? അത് പിന്നെ ആർത്തി. ശരിയെന്നാ, നിങ്ങൾ ഇറങ്ങിക്കോ. ആ, ഹേയ്, ആ, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്, ഞാൻ കട്ട് ചെയ്യാണേ. അപ്പോഴത്തേക്കും അദ്ദേഹം നിന്നെ വിളിക്കാൻ തുടങ്ങിയല്ലേ? നിന്റെ ചേച്ചിയുടെ ഉം. ഭർത്താവ് നിന്നെ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വിളിക്കുക? എനിക്ക് ബോറടിക്കും. സംസാരിക്കാനാണെങ്കിൽ ആരുമില്ല.
അങ്ങേരെങ്കിലും എന്നെ ഫോൺ ചെയ്തൊന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ഫോൺ വെക്കുന്നുണ്ടോ? അങ്ങേര് ചിലപ്പോ പിണങ്ങും. പറഞ്ഞോളൂ ഏട്ടാ. നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് വിചാരിച്ചോ? ആർത്തി, ഞാൻ നിന്റെ ഹസ്ബൻഡാ സംസാരിക്കുന്നത്. പറഞ്ഞു നന്ദ. അല്ല, എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ആ, എന്താ? വീട്ടിന്റെ ജന്നലും വാതിലൊക്കെ അടച്ചുകൊണ്ട് അകത്തിരുന്നു. എല്ലാം സേഫ്റ്റി ഒക്കെയാണ്. പക്ഷേ കാറ്റ് അകത്തേക്ക് വരുന്നതല്ലേ നല്ലത്. ഡൗട്ടാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എന്തിനാ നിങ്ങളെ ചുറ്റി വളച്ചിങ്ങനെ മൂക്ക് തൊടുന്നേ? ഞാൻ എവിടെയാ മൂക്ക് തൊട്ടെ? ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. സത്യത്തിൽ നിങ്ങളുടെ ഡൗട്ട് എന്താ? കിച്ചണില് ദോശ കരിയുന്നുണ്ട്, പോയി തിരിച്ചിട്. ആ, ഹും. എന്താ കളിയാക്കാണോ? അല്ല, നിന്നോട് കളിക്കുക. എന്തുവാടി ഇതൊക്കെ? അശ്ശോ, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ നന്ദ. ഒന്ന് വേഗം പറയ്. അല്ല, നീ രാവിലെ പുറപ്പെടുമ്പോ എന്തിനാ മിസ് ചെയ്തോ ഇല്ലയോ ചോദിച്ചേ? ആ, നിങ്ങളൊരു കാര്യത്തിനായി പുറത്തേക്ക് പോവല്ലേ? വല്ലോ മറന്നു വെച്ചോന്ന് ചോദിക്കാനായിരുന്നു. വീണ്ടും വന്ന് എടുക്കാന്ന് പറയുമ്പോ സമയം പോവില്ലേ? ഇതൊന്നും നിനക്ക് പറയാൻ അറിഞ്ഞൂടെ? നീയൊക്കെ ഒരു പെണ്ണാണോ? നിന്റെ അമ്മ നിന്നെ ഇങ്ങനെയാണോ വളർത്തിയത്? ഇങ്ങനെ നിങ്ങൾ വായി തോന്നിയത് ഓരോന്ന് വിളിച്ചു പറഞ്ഞാലോ? ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാ ഓ, ചോദിച്ചേ. ചെറുപ്പത്തില് നീ വണ്ടി വല്ലതും തള്ളി കളിച്ചിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? എന്തൊരു തള്ളാടി ഇത്.